അച്ഛൻ്റെ അപ്രതീക്ഷിതമായ വേർപാട് ഒരു വലിയ ശൂന്യതയും ആഴമുള്ള വിഷാദാവസ്ഥയും സൃഷ്ടിച്ചു. ആ വേദനകളെ മൗനത്തിലടക്കാതെ അവയെ അക്ഷരങ്ങളാക്കി മാറ്റിയാണ് ഈ പുസ്തകം ജനിച്ചത്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് ഒരു മകളുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രധാനമായും തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇതൊരു ഭാഗ്യമായിരുന്നു. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഭാഗ്യമായി കാണാണ്. കാരണം ഒരു മകൾ അച്ഛൻ്റെ പേരിലൊരു ബുക്ക് എഴുതുക എന്നുള്ളത് എന്തായാലും ഇമോഷനാവും. പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ MLA ക്ഷണിച്ചുകൊള്ളു. കൃഷ്ണകുട്ടിയേട്ടൻ്റെ മകൾ അച്ഛനെക്കുറിച്ച് തയ്യാറാക്കിയ പുസ്തകം, അച്ഛനും കുടുംബവും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലായിരുന്നു എന്ന് ആ പുസ്തകം നോക്കിയാൽ നമുക്കറിയാം. ഒരു മകൾ അച്ഛൻ കൊടുത്ത സ്നേഹവും കുടുംബത്തിൻ്റെ സ്നേഹവും എല്ലാം പുസ്തക രൂപത്തിലാക്കി ഇന്നത് കൈമാറുകയാണ്. അവസാനം പറയുന്നു, അച്ഛൻ പറഞ്ഞു കൊടുത്ത അവസാനത്തെ 10ാമത്തെ വാക്യം, മരണം ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണെന്നാണ്. ആ പുസ്തകത്തിന് ജീവൻ നൽകിയതിൽ ഓരോരോ പേജുകൾ വരച്ച ചിത്രങ്ങളാണ്. ഒറ്റ രാത്രി കൊണ്ട് ഉറക്കം വിളിച്ച് വരച്ച എൻ്റെ അനിയൻകുട്ടനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അച്ചു നൽകുന്നത് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുള്ള അച്ചമ്മ തന്നെ ആയിരിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അച്ചമ്മയെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഒരു അമ്മായിയമ്മ അല്ല, എനിക്ക് എൻ്റെ അമ്മയാണ്. ഒരു അമ്മ എങ്ങനെ ആകണം എന്ന് കാണിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയോടുള്ള സ്നേഹം ഞാനിവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ എന്താ പറയുക, അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഭാര്യ എന്നതിലുപരി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരു പുസ്തകം എഴുതി അത് പ്രകാശനം ചെയ്യപ്പെട്ടു. ഒരുപാട് സങ്കടങ്ങൾ വന്നാൽ അത് എഴുതുക, ആ സങ്കടങ്ങൾ പകുതിയായി തീരും. അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി ഒരു 10-30 പേജ് ഞാൻ എഴുതി. കരഞ്ഞെഴുതിയ പുസ്തകം തന്നെയാണ്. ഈ പുസ്തകത്തിന് എന്ത് പേരിടണമെന്ന് എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത് ഈ പുസ്തകത്തിന് പേരിട്ടിട്ടാണ്, KM കൃഷ്ണൻകുട്ടിയുടെ മകൾ.